ഈ എറണാകുളം മഹാരാജാസ് കോളേജിനെ കുറിച്ച് അഭിമാനകരമായ ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം. മഹാരാജകീയം എന്നൊക്കെ പറഞ്ഞ് പലരും ഊറ്റക്കൊള്ളുന്നുണ്ട്. എന്താണ് അഭിമാനകരമായ സംഭവം? അല്ല, ഒരുപാട് വലിയ പ്രതിഭകൾ പഠിച്ച വെറുതെ മഹാരാജകീയം വേറെ പ്രതിഭകൾ ഈ നാട്ടിലൊന്നും പഠിച്ചിട്ടില്ലേ? അല്ല, അങ്ങനെ ഞാൻ പറയാം, തേവര സേക്രഡ് ഹാർട്ട് കോളേജ്, അവിടെയും ഒരുപാട് മഹാന്മാർ പഠിച്ചു. ആലുവ UC കോളേജ്, അവിടെയും ഒരുപാട് പേര് പഠിച്ചു. സെൻറ്റ് ആൽബർട്ട്സ്, ഒരുപാട് മഹാന്മാർ പഠിച്ചു. ഇത് ഇവരുണ്ടാക്കിയ ഒരു ഹൈപ്പല്ലേ? ആര്? നമ്മുടെ CICC ജയേന്ദ്രൻ ഒക്കെ കൂടെ കൂടെ ഉണ്ടാക്കിയ ഒരു ഹൈപ്പാണ്. ഇതല്ലാതെ ഈ മഹാരാജാസ് എന്നുള്ള പേര് ഇവിടെ വന്നു കഴിയുമ്പോൾ രാജാവിനൊരു കുഴപ്പമില്ല. മഹാരാജാസ് കോളേജ്, അതിന് തൊട്ടടുത്തുള്ള ലോ കോളേജ് ഉണ്ടല്ലോ, അതിൻ്റെയും പേര് മഹാരാജാസ് കോളേജ് എന്നാണ്. മഹാരാജാസ് ഗവൺമെൻറ് മഹാരാജാസ് ലോ കോളേജ് എന്നാണ് അതിൻ്റെ പേര്. പക്ഷേ അത് ലോ കോളേജ് എന്നറിയപ്പെടുന്നു, ഇത് മഹാരാജാസ് എന്നറിയപ്പെടുന്നു. അത് പഴയ അസംബ്ലി അല്ലേ? അതെ, പഴയ അസംബ്ലി, തിരുകൊച്ചി അസംബ്ലി. മഹാരാജാസ് മാത്രം ഇവിടെ വന്നു കഴിയുമ്പോൾ മഹാരാജാവിനോടുള്ള ഐത്തമൊക്കെ മാറി. മഹാരാജാസ് കോളേജ് മഹാരാജകീയം എന്നൊക്കെ പറയും. ഇതല്ലാതെ ഈ പറയുന്ന സാധനമൊന്നും അതിനില്ല. എന്ന് വെച്ചാൽ അവിടെ പഠിച്ച ഒരു മോശക്കാരെന്നല്ല ഞാൻ പറയുന്നത്. പ്രൊഫസർ MK സാനു, ജസ്റ്റിസ് സുകുമാരൻ, RSSൻ്റെ നേതാവായിരുന്ന R ഹരി, ഇവരൊക്കെ അവിടെ പഠിച്ച ആൾക്കാരാണ്. അവരൊക്കെ ഒത്തുകൂടിയിരുന്നു. ഒരു 88 വയസ്സുള്ള ജസ്റ്റിസ് സുകുമാരനും R ഹരിയും അവർ ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണ്. ആ വർഷത്തെ ബാച്ചിനെയൊക്കെ അവർ വിളിച്ചു കൂട്ടിയിരുന്നു. ഇതൊക്കെ ഈ പറഞ്ഞ ഗ്രൂപ്പിൻ്റെ കഴിവാണ് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിനപ്പുറം ഒരു വലിയ പാരമ്പര്യം എന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ ഇവർ വ്യക്തിപരമായിട്ട് നേടിയ പാരമ്പര്യമാണ്. മഹാരാജാസ് കോളേജിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അവരുടെ ജീവിതായോധനത്തിൽ അവരെത്തിച്ചേർന്ന ഒന്നുമല്ല. അങ്ങനെയാണെങ്കിൽ സെൻറ്റ് ആൽബർട്ട്സിൽ പഠിച്ചവരും മഹാന്മാരായിട്ടില്ലേ? സേക്രഡ് ഹാർട്ടിൽ പഠിച്ചവരും മഹാന്മാരായിട്ടില്ലേ? UC കോളേജിൽ എത്രയോ മഹാന്മാർ ഉണ്ടാക്കി, ആലുവയാണെന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് മഹാരാജാസ് കോളേജിന് വലിയൊരു പാരമ്പര്യം ഉണ്ടെങ്കിൽ അത് മറ്റു കോളേജുകൾക്കും ഉള്ള പാരമ്പര്യം തന്നെയാണ്. പക്ഷേ ഈ പാരമ്പര്യമുള്ളവർ സമീപകാലത്ത് മഹാരാജാസ് കോളേജിൻ്റെ പേര് കുപ്രസിദ്ധിയിലാണ്. ഇവരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അടി കിട്ടും അവിടെ. ഈ പകൽ സമയത്ത് പ്രീ ഡിറ്റർമിൻഡ് പ്ലാനൊക്കെ ആയിട്ട് ഞങ്ങളവിടെ വരുന്നുണ്ട്, പിള്ളേരെ അലമ്പാക്കരുത്, വയസ്സന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ച് നേരത്തെ പറയുന്നതുകൊണ്ടാണ് ഇവരുടെ ഈ യോഗമൊക്കെ നടക്കുന്നത്. പഴയ മുൻ ബാച്ചുകളുടെയൊക്കെ യോഗം, 67 ബാച്ച്, 78 ബാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. അതല്ലാതെ കയറി ചെന്ന് കഴിഞ്ഞാൽ അടി കിട്ടും. ഈ പറഞ്ഞ CICC ജയേന്ദ്രനെ തല്ലും അവിടെ ഇട്ട്. കാരണം ജയേന്ദ്രൻ ആരാണെന്ന് പോലും ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിഞ്ഞില്ല. ജയേന്ദ്രൻ്റെ വിചാരം ഞാൻ ഫേമസ് ആണെന്നാണ്. അദ്ദേഹം ഫേമസ് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു സർക്കിളിൽ. ഈ വിദ്യാർത്ഥികൾക്ക് അങ്ങനെയൊന്നുമില്ല. വ്യാപാരമേ ഹനനമാം വനവേടനുണ്ടോ വ്യാപന്നമായി കഴുകനെന്ന് കബോധമെന്നും. അതുകൊണ്ട് അവർക്ക് CICC ഇല്ല, ജയേന്ദ്രനും ഇല്ല. അക്ഷരാഭ്യാസമുള്ള ആരെ കിട്ടിക്കഴിഞ്ഞാലും അവർ തല്ലും. പ്രിൻസിപ്പലിൻ്റെ കസേര കത്തിച്ചതല്ലേ അവർ? ആണല്ലോ. അന്ന് എന്ത് ചെയ്തു? CICC ജയേന്ദ്രൻ്റെ മഹാരാജകീയം കോളേജാണ് അത് തന്നെ. ഇപ്പോൾ CICC ജയേന്ദ്രനല്ല അതിൻ്റെ മുഖമുദ്ര. ആർഷോ, കുത്തുകൊണ്ട നാസർ, കുത്തിയ വേറൊരു ഇതിലൊരു രസം കണ്ടിട്ടുണ്ടോ? കുത്തുകൊണ്ടയാൾ മുസ്ലിം, കുത്തിയ ആൾ മുസ്ലിം. ഒരു അധ്യാപകനെ തല്ലി കൊണ്ട അധ്യാപകൻ മുസ്ലിം, തല്ലിയ ആൾ മുസ്ലിം. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിം ലഹള, മാപ്പിള ലഹളയാണ് അവിടെ നടക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. ഞാൻ നോക്കിയിട്ട് അതാണ് നടക്കുന്നത്. ഒരു മാപ്പിള ആക്രമണത്തിലാണ് നമ്മുടെ അഭിമന്യു കൊല്ലപ്പെട്ടത്. അതെ. അഭിമന്യു ചെയ്ത പാതകം എന്താ? അഭിമന്യു ഫേസ്ബുക്കിലിട്ടു, എടാ ഇവർ RSS എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമല്ല, മൊത്തം ഹിന്ദുക്കളെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് എഴുതി ഫേസ്ബുക്ക് പോസ്റ്റ്. അതിൻ്റെ പേരിൽ ആ ചെറുക്കൻ്റെ പള്ളയ്ക്ക് കത്തിക്കറ്റി. CPMന് ഒരു കുലുക്കോല് കാശ് പിരിച്ചു കേട്ടോ, ഒരുപാട് കാശ് പിരിച്ചു. ആ സ്മാരകമൊക്കെ ഉണ്ടാക്കി. അയാൾക്ക് വീടുണ്ടാക്കാനെന്ന് പറഞ്ഞാൽ കാശ് പിരിച്ചത്. അതിന് കുറച്ചെന്തോ അയാൾ വീട്ടുകാർക്ക് ചെറിയ ഒരു വീട് വെച്ച് ആ ബാധ്യത ഞങ്ങൾ തീർത്തു. ബാക്കി കാശ് ഇവർ പൂട്ടഴിച്ചു. അഭിമന്യു ആ കേസ് എവിടെ പോയി ഇപ്പം ആരും വേണ്ടുന്ന പോലുമില്ല. ആർക്കും അറിയാൻ എന്ത് സംഭവിച്ചെന്ന്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇവരുടെ പിടിയിൽ നിന്ന് അനങ്ങാൻ പറ്റില്ല. ഓരോ ജില്ലയായിട്ട് ഇവരുടെ കയ്യിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ ജില്ല ഏറ്റവും കൂടുതൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള ചേർത്തലയുള്ള സ്ഥലമാണ് ആലപ്പുഴ ജില്ല. 2011 സെൻസസ് അനുസരിച്ച് തന്നെ 83% ചേർത്തല എന്ന് പറയുന്ന വലിയൊരു താലൂക്കിൻ്റെ ഹിന്ദു ഭൂരിപക്ഷം. എന്നിട്ട് പോലും ആലപ്പുഴ ജില്ല
എച്ച് സലാമിൻ്റെ നിയന്ത്രണത്തിലാണ്. അതെ. സുധാകരനെ എടുത്തൊരു മൂലയ്ക്ക് ഇരുത്തിയില്ലേ. ഇപ്പോൾ സുധാകരൻ ഇടയ്ക്കിടയ്ക്ക് റിവോൾട്ട് ചെയ്യുന്നൊക്കെയുണ്ട്, ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇന്നലെയാണ് സുധാകരൻ ചോദിച്ചത്, ആരാ ഈ ചെറിയാൻ, ചെറിയാനാരാ ഇത് ചോദിച്ചു. വല്ല അനക്കമുണ്ടോ പാർട്ടിക്ക്? വയസ്സായ കാരണവരെന്തെങ്കിലും പറഞ്ഞിട്ട് പോകാൻ പറയാം, പിടി നമ്മുടെ കയ്യിലല്ലേ. ആലപ്പുഴയിലാണ് അവിലും മലരും കുന്തിരിക്കവും സൂക്ഷിച്ചോളാൻ പറഞ്ഞത്. മലപ്പുറത്തല്ല, കോഴിക്കോടല്ല, കാസർഗോഡല്ല, പാലക്കാടല്ല, ആലപ്പുഴയിലാണ് അവിലും മലരും കുന്തിരിക്കവും വാങ്ങാൻ മുദ്രാവാക്യം വരുന്നത്. കൊല്ലം നൗഷാദിൻ്റെ കയ്യിലാണ്, നൗഷാദ് MLA. ഇവരുടെ ജില്ലാ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടാകും. ഇവിടെ CN മോഹൻ ഇരിപ്പില്ലേ എറണാകുളത്ത്. പക്ഷേ പിടി ആരുടെ കയ്യിലാണ്? സക്കീർ ഹുസൈൻ്റെ കയ്യിലാണ്. സക്കീർ ഹുസൈനാണ് എറണാകുളം ജില്ലയെ CPM-നെ നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ ഈ SFI എന്നൊക്കെ നിൽക്കുന്ന പിള്ളേരുടെ നേതൃത്വം മുഴുവൻ ഈ ഗ്രൂപ്പിൻ്റെ കയ്യിലാണ്. അവർ തമ്മിലുള്ള ഈ ഫ്രറ്റേണിറ്റി എന്ന് പറയുന്നത് ആരാന്നറിയാമോ? SIO, സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ, ജമാഅത്തെ ഇസ്ലാമിയുടെ. ഈ സാധനത്തിന് ഈ ഇസ്ലാമിക് എന്നുള്ള പേര് ഒരു തടസ്സമായിട്ട് വരുന്നു. പലരും ചോദ്യം ചെയ്തത് എന്താ ഇത്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്റ്റുഡൻസ് ഹിന്ദു ഓർഗനൈസേഷൻ വന്നാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം വരുന്നു. പുല്ലി ഇതിലെടുത്ത് കളയട. സോഷ്യലിസ്റ്റ് വെച്ചാലോ? സോഷ്യലിസ്റ്റ് വെച്ചാൽ ശരിയായില്ല, അത് DYFI എടുത്തതാണ്. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം ഭരണഘടനയിലെ 3 വാക്കാണ്. അല്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് എന്ത് സോഷ്യലിസം? പറയട്ടെ, ഭരണഘടനയിൽ ഇല്ലാത്തൊരു വാക്കായിരുന്നു സോഷ്യലിസം. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് ഒരു ഡിസ്കഷനും ഇല്ലാതെ ചേർത്തതാണ്. അപ്പോൾ ഡെമോക്രാറ്റിക്, ഈക്വൽ, സോഷ്യലിസ്റ്റിക് ഇതായി. പിന്നെയുള്ളത് ഫ്രറ്റേണിറ്റി എന്നുള്ള വാക്കാണ്. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, 3 വാക്കുകൾ. മറ്റേ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അത് നമ്മുടെ ഭരണഘടനയിലും ഇവിടെയൊക്കെ ആയിട്ട് കാണും. ഈ ബാക്കി കിടന്ന ഫ്രറ്റേണിറ്റി എന്നുള്ള വാക്കാണ് ഇവരെടുത്തിരിക്കുന്നത്. ചോദിച്ചാൽ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നവർ, നമ്മുടെ സുനിൽ പിള്ളയുടെ പറയുമല്ലോ, ഭരണഘടന ഉയർത്തിപ്പിടിക്കണം, പിന്നെ മതേതരത്വം ഉയർത്തിപ്പിടിക്കണം, എന്തെല്ലാം ഉയർത്തിപ്പിടിക്കണം. മനുഷ്യന് കക്ഷം വേദനിക്കുമല്ലോ കുറച്ച് കഴിയുമ്പോൾ, ഇത്രയും വെയിറ്റ് പൊക്കിക്കൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ. ഇതെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന ആൾക്കാരാണെന്ന് വരുത്താൻ ഫ്രറ്റേണിറ്റി എന്ന് പേരിട്ട് ഇറങ്ങിയിരിക്കുക. ഇവരിറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറയുന്ന സാധനമായിരുന്നു. അവർ ഇപ്പോൾ ഇച്ചിരി അൺടച്ചബിളായിട്ട് നിൽക്കുക. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതോടെ അവരുടെ പോപ്പുലാരിറ്റിക്ക് ഇച്ചിരി കുറവ് വന്നു. ഇവരും ഈ ഫ്രറ്റേണിറ്റിയിൽ കയറി കഴിഞ്ഞങ്ങനെ ഫ്രറ്റേണിറ്റി ഇതിൻ്റെ വാലായിട്ട് KSU മാറി. മാത്രമല്ല എറണാകുളം DCC പ്രസിഡൻ്റ് ആരാ? ഒരു മുസ്ലിമാണ്. അപ്പോൾ ഈ നിങ്ങൾ കോൺഗ്രസിനെ എടുത്താലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എടുത്തു കഴിഞ്ഞാലും പിടി ഇസ്ലാമിൻ്റെ കയ്യിലാണ് എന്നുള്ള സ്ഥിതി വന്നു കഴിഞ്ഞു. ഇപ്പോൾ മഹാരാജാസ് കോളേജിൽ അറബിക് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതെ അതെ. ഇതിനും മാത്രം അറബി പഠിക്കാൻ നിൽക്കുന്ന എത്ര ആൾക്കാരുണ്ട് എറണാകുളത്ത് ഇങ്ങനെ അറബി പഠിക്കാൻ വേണ്ടിയിട്ട്? അത് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും സംസ്ഥാനത്തു നിന്ന് പുറത്തുനിന്നുള്ള ആളുകൾ അവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. അത് പഠിക്കുന്നത് മറ്റുദ്ദേശങ്ങളോട് കൂടിയാണ്. അതായത് നമ്മുടെ പറവൂർ, ആലുവ, പെരുമ്പാവൂർ, തൊടുപുഴ ബെൽറ്റ് ഉണ്ടല്ലോ, ആ ബെൽറ്റിലാണ് അപകടകരമായ ഈ ഇസ്ലാമിക പ്രവർത്തനം നടക്കുന്നത്. അവിടുത്തെ മുസ്ലിങ്ങൾ പോലും ഇതറിയുന്നില്ല. പക്ഷേ കേരളത്തിൽ ഒരു വർഗീയ ലഹള ഉണ്ടാകുകയാണെങ്കിൽ സുനിൽ എഴുതി വെച്ചോ, അത് നടക്കുന്നത് ആദ്യം പെരുമ്പാവൂരായിരിക്കും. പെരുമ്പാവൂരായി ആദ്യത്തെ അടിപൊട്ടുന്നത് വർഗീയ ലഹള. അത്രയ്ക്ക് എക്സ്പ്ലോസീവായിട്ട് നിൽക്കുകയാണ് പെരുമ്പാവൂർ. ആ ബെൽറ്റിൽ നിന്ന് ഉള്ളവരാണ് ഈ മഹാരാജാസ് കോളേജിൽ വരുന്നതിൽ കൂടുതലും, പിന്നെ മറ്റ് പോക്കറ്റ്സിൽ നിന്നൊക്കെ വരുന്നവർ. അതിനു വേണ്ടിയിട്ടാണ് ഈ മഹാരാജാസ് കോളേജിൻ്റെ പടിഞ്ഞാറ് വശത്താണ് ഈ റോഡ്, മെയിൻ റോഡൊക്കെ. കിഴക്ക് വശം എന്താ? കിഴക്ക് വശം അല്പം വിജനമാണ്, അല്പം. അതിന് തൊട്ടപ്പുറത്ത് ഒരു ഷാപ്പും ഒക്കെയുണ്ട്. മഹാരാജാസ് കോളേജിൻ്റെ കിഴക്ക് വശത്താണ് ഈ ആക്ടിവിറ്റീസ് നടക്കുന്നത്. ഏത് ആക്ടിവിറ്റി? ഗുൽമോഹർ. ഇതിനകത്ത് ഒരു പർപ്പസ് ഉണ്ട്. ഒന്ന്, മുസ്ലിം പെൺകുട്ടികളെ നിങ്ങൾക്ക് ഈ ഗുൽമോഹറിന് കിട്ടില്ല. ആ സമുദായം വിലക്കിയ ഒരു ഏർപ്പാടാണ്. അവരുടെ പെണ്ണുങ്ങളെ ഇട്ട് പെരുമാറാൻ അവർ സമ്മതിക്കില്ല. പിന്നെ അട്രാക്റ്റ് ചെയ്യാവുന്നത് ക്രിസ്ത്യൻ, ഹിന്ദു പെൺകുട്ടികളെയാണ്. ഹിന്ദു കമ്മ്യൂണിസ്റ്റ് പെൺകുട്ടികൾ വളരെ പെട്ടെന്ന് അവരുടെ മൂല്യബോധമൊക്കെ പെട്ടെന്ന് നശിപ്പിച്ചെടുത്തിട്ട് ഗുൽമോഹറാക്കി മാറ്റാം. ഇത് എളുപ്പമാണ്. നമ്മുടെ ബാർ അസോസിയേഷൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ ഗുൽമോഹർ കാഴ്ചകൾ കാണാം.
എന്തിന് ക്യൂസാറ്റിൽ കാണാം. ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു, ക്യൂസാറ്റിൽ വിശാലമായ കായലുണ്ട് ഒരു സ്ഥലത്ത്, ഞാൻ പോയി കണ്ടിട്ടില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, ആ 2 ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് രാത്രി 8 മണി കഴിഞ്ഞാൽ ഗുൽമോഹർ പൂ തൊലയുന്നത് സാറിന് കാണാൻ ഫ്രീ ആയിട്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് ആ കാഴ്ചയൊന്നും കാണണ്ട. അതുകൊണ്ട് ഞാൻ പോയി. ഈ ഗുൽമോഹർ പരിപാടിയാണ് ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ്. പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് മാത്രമല്ല, പൊളിറ്റിക്കൽ ഇസ്ലാം മാത്രമല്ല, അവർക്ക് എൻജോയ് ചെയ്യാൻ സ്ത്രീകൾ വേണം. അതിന് ഈസി ടാർഗറ്റാണ് ക്രിസ്ത്യൻ, ഹിന്ദു പെൺകുട്ടികൾ. അവരുടെ സമുദായത്തിൽ നിന്ന് പെൺകുട്ടികളെ ഇതിനവർ ഉപയോഗിക്കാൻ സമുദായം സമ്മതിക്കുകയില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഇതിനെതിരെ നിൽക്കാൻ ഇപ്പോൾ CPM സാധിക്കുന്നില്ല. CPM തന്നെ ഒരുപാട് പേർക്ക് ഇതറിയാം. കുട്ടനാടുള്ളവർ എഴുതി പാർട്ടിക്ക് കൊടുത്തിട്ടാണ് പുറത്തിറങ്ങിയത്. 21 പേര് രാജിവെച്ചു കുട്ടനാട്ടിൽ. അവർ പറഞ്ഞു, ഇത് SDPIയുടെ പരിപാടിയാണ് ആലപ്പുഴയിൽ നടക്കുന്നത്, ഞങ്ങളില്ല ഈ പാർട്ടിയിൽ. SDPI പറയുന്ന, SDPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല പേരുകളിലാണല്ലോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ഫ്രട്ടേണിറ്റിയുടെ വേറൊരു പേരാണ് SDPI. ബേസിക് അവരുടെ ലക്ഷ്യം ഇസ്ലാമിൻ്റെ ആധിപത്യമാണ്. അതവർ ഗ്രാജുവലി കൂട്ടിക്കൊണ്ടുവരുന്നു. പിണറായി വിജയൻ നിസ്സഹായനായിട്ട് ഇവരുടെ വോട്ട് കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ എന്തിനും സമ്മതിക്കുന്ന ഒരവസ്ഥയിൽ, മാനസികാവസ്ഥയിലേക്ക് ഈ ചെറുപ്പക്കാരെയും കൊണ്ടുവന്നു. മുതിർന്നവർ അങ്ങനെ വരുന്നില്ലെങ്കിൽ അവർ മാറി പോകാനും തുടങ്ങി. അങ്ങനെ പോയ അല്ലെങ്കിൽ കളഞ്ഞ ഒരാളാണ് ജി സുധാകരൻ. ഇനി കം വാട്ട്മേ അങ്ങനെ എന്തൊക്കെ ബഹളം വെച്ചാലും ചെയ്താലും അങ്ങനെ അടുപ്പിക്കുകയില്ല, മൈൻഡ് ചെയ്യില്ല, അവഗണിക്കുക എന്നുള്ളതാണ്. TG നേരത്തെ നമ്മുടെ എറണാകുളത്തെ കുറേ കോളേജുകളുടെ പേര് പറഞ്ഞല്ലോ. ഈ കോളേജുകളിലൊക്കെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്, അവർ പഠിച്ച് വീട്ടിൽ പോകുന്നു. പക്ഷെ മഹാരാജാസിൽ മാത്രം ഇതെന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അവിടെ ഇങ്ങനെ നിരന്തരം രാഷ്ട്രീയ സംഘടനകളും എതിരാളികളെ അടിക്കലല്ല, കുത്തുക, ആണി ഉള്ള പട്ടിക കൊണ്ട് അടിക്കുക, ഇത്തരം കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമായി ഈ സർക്കാർ കോളേജ് മാത്രം മാറുന്നത് എന്തുകൊണ്ടായിരിക്കും? ഈ ഒന്ന്, സർക്കാർ കോളേജിൽ ഇതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ഇവരെ പേട്രണൈസ് ചെയ്യാൻ ആളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ മഹാരാജകീയയില്ല, CICC ജയേന്ദ്രനൊക്കെ ഇവർ പേട്രണൈസ് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ സ്വന്തം തുടയിൽ നുള്ളിക്കഴിഞ്ഞപ്പോഴാണ് CICC ജയേന്ദ്രൻ പുറത്തിറങ്ങിയത്. ഇതിനു മുമ്പ് കഴിഞ്ഞ മാസം ഇതുപോലത്തെ തെമ്മാടിത്തരൻ SFI DYFI കാണിച്ചപ്പോൾ നമ്മളുടെ പ്രൊഫസർ K അരവിന്ദാക്ഷൻ ഒരു പരസ്യ പ്രസ്താവനയായിട്ട് വന്നു. അത് മനോരമയിലാണ് വന്നത്. അന്ന് K അരവിന്ദാക്ഷനെ എല്ലാവരും കൂടെ ആക്രമിച്ചു. അങ്ങേര് ഇടതുപക്ഷമാണ്, അപ്പോൾ അങ്ങേര് ഇടതുപക്ഷം അല്ലെന്നും അങ്ങേര് പണ്ടിങ്ങനെ ചെയ്തെന്നും മറ്റേ ആളുടെ പ്രചരണത്തിൽ ഇറങ്ങിയിരുന്നും പറഞ്ഞിട്ട് അരവിന്ദാക്ഷൻ്റെ മുഴുവൻ ചരിത്രവും വലിച്ച് പുറത്തിട്ടു. അന്ന് ഇവർ എൻജോയ് ചെയ്തു ഈ മഹാരാജകീയക്കാർ. SFIക്കാരൻ തല്ലിയാൽ അത് തല്ലല്ല, SFIക്ക് കിട്ടിയാൽ അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇത് ഈ ഇരട്ടത്താപ്പ് മഹാരാജാസ് കോളേജിൽ അനുവദിക്കും. ഇത് സെൻറ്റ് ആൽബർട്ട്സിലോ സേക്രഡ് ഹാർട്ടിലോ UC കോളേജിലോ ഈ തെമ്മാടിത്തരം നടക്കില്ല, അവർ സമ്മതിക്കില്ല. പക്ഷേ അവിടങ്ങളിൽ ഈ പറഞ്ഞ പോലെയുള്ള ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയോ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വിദ്യാർത്ഥി കോളേജിൻ്റെ ഉണ്ടാവുന്നില്ല. വിദ്യാർത്ഥി സംഘടനകളുണ്ടാകും ഒരുപക്ഷെ അവിടെയും. കോളേജിൻ്റെ കർശന നിയന്ത്രണത്തിലായിരിക്കും. ഇതൊക്കെ നിയന്ത്രിക്കാവുന്ന കാര്യമാണ്. പക്ഷേ നിയന്ത്രിക്കുന്ന പ്രിൻസിപ്പലിനെ തല്ലാൻ നിൽക്കും, കസേര കത്തിക്കും. അവർ പേട്രണൈസ് ചെയ്യാൻ ആളുണ്ട്. അതാണ് പോലീസ് അതിലിടപെടില്ല. ഇപ്പോൾ SFIയെ കുത്തിക്കഴിഞ്ഞാൽ കേസാകും. SFIക്കാരനാണ് കുത്തിയതെങ്കിലോ കേസില്ല, കുത്തുകൊണ്ടുപോകും ചിലപ്പോൾ പ്രതിയാകും. നീ എന്തിനാ വയറും കൊണ്ട് അവിടെ പോയത്, അയാൾ കത്തി പിടിച്ച് നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ച്, അല്ലെങ്കിൽ തന്നെത്താൻ വെട്ടി മരിച്ചതാണെന്നൊക്കെ പറഞ്ഞ് FIR എഴുതി വയ്ക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ഇത് ആഘോഷിക്കുന്നു ആരെ? ഈ മഹാരാജകീയക്കാർ. മഹാരാജകീയം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാവരും ഒന്നും പരസ്യ പ്രസ്താവനയോ സംഗതി ഒന്നും നടത്തുന്നവരൊന്നുമല്ല. അതിനകത്ത് വോസിഫറസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, വലിയ ശബ്ദം അല്ലെങ്കിൽ പുറത്ത് കേൾക്കുന്ന ശബ്ദം, ഇങ്ങനെയുള്ളവരൊക്കെ ഇതിന് കൂട്ടുനിൽക്കുന്നു. SFI എന്ത് പോക്കൃത്തരം ചെയ്തു കഴിഞ്ഞാലും അത് പോക്കൃത്തരമല്ല എന്ന് സർട്ടിഫൈ ചെയ്യുന്നു. മറ്റ് കോളേജുകളിൽ ഈ തെമ്മാടിത്തരം നടക്കുന്നില്ല. ഒരു കാലത്ത് കേരളത്തിലെ കോളേജുകളിൽ ഈ രക്തരൂഷിതമായ വിദ്യാർത്ഥി രാഷ്ട്രീയവും സംഘടനയൊക്കെ പതിവായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് അസ്തമിച്ചു കഴിഞ്ഞു. പക്ഷേ എറണാകുളം പോലെയുള്ള ഒരു മെട്രോ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തിരിക്കുന്ന കോളേജിൽ നിന്ന് നിരന്തരം, സൈബൺ ബ്രിട്ടോയുടെ കഥ മുതൽ നോക്കുക, നിരന്തരം ആക്രമണത്തിൻ്റെയും കൊലയിൽ കുറഞ്ഞ ഒരു ചിന്തയുമില്ലാത്ത ആക്രമണത്തിൻ്റെ വാർത്തകൾ വരുന്നത് ഇന്നത്തെ കാലത്ത് നിരക്കുന്നതാണ്. ഇന്നത്തെ കാലത്തിനെല്ലാം ഒരു കാലത്തും നിരക്കാത്തതാണത്. ഈ പിള്ളേരുടെ പേരിൽ ഇവർ പിള്ളേർ പോലുമല്ല, മുതിർന്നവരാണ്. മനസ്സിലായോ? ഇപ്പം പഠിക്കാനൊന്നുമല്ല വന്നത്. ഇവരെ ഈ സംഘർഷത്തിൽപ്പെട്ട ഇപ്പോൾ 27 പേരോ 32 പേരോ മറ്റോ
ഇവരെ കോളേജിൽ നിന്ന് പുറത്താക്കുക, കയറാൻ സമ്മതിക്കാതിരിക്കുക, ഫിനിഷ്. പറ്റില്ല എന്ന് പറയുക. അടിപിടി കേസ് കോളേജിൽ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ കോളേജ് വിദ്യാഭ്യാസ ചട്ടം തന്നെ മാറ്റി എഴുതിയിട്ട് കോളേജിൽ ഇങ്ങനെ ശാരീരിക സംഘർഷം ഉണ്ടാകുന്നവരെ കൂടുതൽ വിചാരണ ചെയ്യാതെ പുറത്താക്കും എന്ന് എഴുതി വയ്ക്കുക. അങ്ങനെ നിശ്ചയദാർഢ്യത്തോടെ അത് നടപ്പിലാക്കുക. എങ്കിലേ കോളേജ് നമുക്ക് സ്വതന്ത്രമായിട്ട് ഈ ഗുൽമോഹർ ഇല്ലാതെ മുന്നോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ ഈ ഗുൽമോഹറിൻ്റെ ചുഴിയിൽ പെട്ടുപോകും. പ്രൈവറ്റ് കോളേജിൽ പോലും ഇതൊക്കെ ആ പ്രായത്തിൻ്റെ ഒരു പ്രത്യേകതയല്ലേ. അപ്പോൾ അത് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്നതല്ല, കർശനമായിട്ട് നിയന്ത്രിച്ച് നിർത്താൻ പറ്റുമെന്നേ ഉള്ളൂ. ഇത് അഴിച്ചു വിട്ടിരിക്കുകയാണ് ഗുൽമോഹറിനെ. എന്ത് ചെയ്യും? അല്ല, ഇത് നമുക്ക് തോന്നുന്നു ഇപ്പം മഹാരാജകീയം എന്നൊക്കെ പറഞ്ഞ് വലിയ പത്രത്താളുകളിൽ വാർത്ത സൃഷ്ടിക്കുന്ന, അതിൽ അഭിമാനിക്കുന്ന ആളുകൾ അനാശാസ്യ പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമായി മഹാരാജാസ് മാറുന്നു എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനെ രാഷ്ട്രീയം നോക്കാതെ എതിർക്കാനും ശുദ്ധീകരിക്കാനും തയ്യാറായി വരേണ്ടതല്ലേ? വരേണ്ടതാണ്, പക്ഷേ വരില്ല. കാരണം അതിൽ രാഷ്ട്രീയ നേട്ടമുണ്ട്. പ്രത്യേകിച്ച് CPM രാഷ്ട്രീയ നേട്ടമുണ്ട്. ഇങ്ങനത്തെ ഗുണ്ടകളെയൊക്കെ വളർത്തിക്കൊണ്ടുവരും. ഇത് അവരുടെ നിയന്ത്രണത്തിൽ നിൽക്കില്ല എന്നവർ മനസ്സിലാക്കുന്നില്ല. ഇതിന് ഇംഗ്ലീഷിൽ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയൂല. ശരിക്കും പറഞ്ഞാൽ ഫ്രാങ്കൻസ്റ്റൈനിൽ പോകണ്ട, ഭസ്മാസുരൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഭസ്മാസുരന് വരം കൊടുക്കുന്ന ഏർപ്പാടാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, CPM വ്യാപകമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഇസ്ലാമിക തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾക്ക് വരം കൊടുത്ത് വലുതാക്കി അവസാനം CPM തന്നെ തകർന്നു പോകും. ഇപ്പം തന്നെ തകർന്നുകൊണ്ടിരിക്കുകയാണ് CPM. അവരുടെ നേതൃത്വം ഈ പറഞ്ഞ ആളുകളുടെ കയ്യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് നിയന്ത്രണമില്ലാതാകുന്നു, മയക്കുമരുന്നിൻ്റെ സെൻറ്ററാകുന്നു. ആലപ്പുഴ ജില്ലയിൽ സംഭവിച്ചത് എനിക്കറിയാം. പോപ്പുലർ ഫ്രണ്ടിൻ്റെ 2 നേതാക്കൾ, ഇത് ഇപ്പോഴത്തെ അല്ല, ഒരു 15 വർഷം മുമ്പത്തെ സംഭവമാണ്. 2 നേതാക്കൾ മയക്കുമരുന്നിൻ്റെ പിടിയിൽപ്പെട്ടു. ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. പോപ്പുലർ ഫ്രണ്ട് തകർന്നു പോയി. ഒരു 6 മാസം കൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഒന്നുമല്ലാതായി. കാരണം ഈ 2 പേര് ഈ പണിക്കിറങ്ങി. അതോടെ സംഘടനയോ തിയറിയോ സംഗതിയോ ഒന്നും ബാധകമല്ലോ. പിന്നെ ഈ സാധനം എങ്ങനെയെങ്കിലും കിട്ടുക എന്നുള്ളതാണ്. തകർന്നുപോയി പോപ്പുലർ ഫ്രണ്ട്. ഈ 2 പേരാണ് കുഴപ്പമെന്ന് മനസ്സിലാക്കി അവർ മാറ്റിയിട്ട് ഈ ദുസ്വഭാവം ഇല്ലാത്തവരെ വെച്ച് അവർ പോപ്പുലർ ഫ്രണ്ട് പുനരുജ്ജീവിപ്പിച്ച് അതിനുശേഷമാണ് നമ്മൾ ഈ അവലും മലരും ഒക്കെ കാണുന്നത്. അത്രയ്ക്ക് ഡേഞ്ചറസ് ആയിട്ട് മയക്കുമരുന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കൊള്ളാവുന്ന ഇസ്ലാമിക തീവ്രവാദിയെ കിട്ടിക്കഴിഞ്ഞാൽ അവനെ കൊളരാത്തവനാക്കാനായിട്ട് ഈ സാധനം മതി. മറ്റു മരുന്നൊന്നും കിട്ടിയില്ലെങ്കിൽ അറ്റ കൈക്ക് ഈ മയക്കുമരുന്ന് ശീലിപ്പിക്കുക. 4 ദിവസം കൊണ്ട് ആ ചെറുക്കൻ പിന്നെ ഒന്നിനും കൊള്ളാത്തവനായിട്ട് മാറും, നമ്മുടെ അടിമയായിട്ട് മാറും. കാരണം ഈ മരുന്ന് കിട്ടണ്ടേ ആ രീതിയിൽ. അതാണ് മയക്കുമരുന്നിൻ്റെ പിടി. അതിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ അവർക്ക് പോപ്പുലർ ഫ്രണ്ടിന് അവരുടേതായ ഒരു കറക്റ്റീവ് മെക്കാനിസം ഉണ്ട്. അവരുടെ പിള്ളേരെ രക്ഷിച്ചെടുക്കും. ബാക്കി ഈ SFI പിള്ളേരുണ്ടല്ലോ, ഇവരൊക്കെ വഴിയാധാരമായി പോവുകയും ചെയ്യും. ഏതായാലും നമ്മുടെ കേരളത്തിലെ ക്യാമ്പസുകളിൽ ചോര വീഴുക എന്നുള്ളത് നമ്മുടെ പൊതുസമൂഹത്തിന് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്ന ആശാസ്യമായ കാര്യമല്ല. അത് മഹാരാജാസിലുണ്ടായിരിക്കുന്ന അനിഷ്ട സംഭവങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് നമുക്ക് ഈ മഹാരാജാസിനെ പറ്റി പൊങ്ങച്ചമടിക്കുന്ന ആൾക്കാർ ആദ്യം ചെയ്യേണ്ടത് മഹാരാജാസ് ഇതുപോലത്തെ ആൻറ്റി സോഷ്യൽ സാമൂഹ്യ വിരുദ്ധരെ അടിച്ച് പുറത്താക്കാനായിട്ട് മുൻകൈ എടുക്കുക എന്നുള്ളതാണ്. മഹാരാജകീയത്തിൻ്റെ ചുമതലയാണ്. ഈ പൊങ്ങച്ചം പറഞ്ഞ് തൊപ്പി വെച്ച് നടക്കില്ലെങ്കിലും നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. അത് മനോരമയിൽ പ്രസ്താവന കൊടുത്ത് വരുത്തിയതുകൊണ്ടൊന്നും വിശേഷമൊന്നുമില്ല. ഡയറക്റ്റ് ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് ഇതിൽ 2-1 തീരുമാനമെടുത്തിട്ട് ഞങ്ങൾ പിരിയുന്നുള്ളൂ എന്ന് പറയാൻ മഹാരാജകീയക്കാരും തയ്യാറാകണം. എത്ര വലിയ നടക്കാത്ത സ്വപ്നം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.